ഹായ് ഹലോ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നല്ലൊരു ബിരിയാണിയുടെ റെസിപ്പി ആയിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോകാം. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ 10 വലിയ ഉള്ളി, ഒരു 5 തക്കാളി, ഒരു പിടിക്ക് മല്ലിയില, ഒരു പിടിക്ക് പുതിനയില, 5 ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ്, 3 ടീസ്പൂൺ ഗരം മസാലൻ്റെ പൊടി കേട്ടോ. എന്നിട്ട് നമ്മൾ ചട്ടി ആദ്യം ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ, 2 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു. എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളിൽ നിന്ന് 2 പിടിക്ക് വലിയുള്ളി എടുത്തിട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ മൂപ്പിച്ച ഉള്ളിയൊക്കെ നല്ലോണം പൊടിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക, 2 കിലോ അരി നല്ലോണം കഴുകി വൃത്തിയാക്കി വാരി വെച്ചതാണ് കേട്ടോ ഇത്. എന്നിട്ട് നമുക്ക് ചോറ് വെക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ മൂപ്പിച്ച എണ്ണ ഉണ്ടല്ലോ, അത് തന്നെയാണ് നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത് കേട്ടോ. അത് നമ്മളതിലേക്ക് ഒഴിച്ചിട്ട് ഒരു 2 ടീസ്പൂൺ നെയ്യും കൂടി അതിലേക്ക് ഒഴിക്കുക. ഇനി ഇത് മുഴുവൻ നമുക്ക് ചോറ് വെക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്ക് അരി അളന്ന ഏത് പാത്രമാണോ ആ പാത്രത്തിന് 2 പാത്രം, ഒരു പാത്രത്തിന് 2 പാത്രം വെള്ളം കേട്ടോ. അങ്ങനെ കണക്കാക്കി നമ്മൾ ചോറ് വേവിക്കുകയാണ്. എന്നിട്ട് നമ്മൾ പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നമ്മൾ ചോറ് നല്ലോണം തിളച്ചതിന് ശേഷം ചെറിയ സ്ലോവിലായ തീയിൽ വെച്ചിട്ട് അടച്ചു വെക്കുക. എന്നിട്ട് നമുക്ക് ഇനി ഇറച്ചിക്കുള്ള മസാല ഉണ്ടാക്കുക. അതിന് വേറൊരു ചട്ടി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. മസാലകളൊക്കെ വാടി വരുമ്പോൾ 2 കിലോ ബീഫ് മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഇട്ട് വേവിച്ചതാണ് കേട്ടോ. അത് നമുക്ക് ഈ ചട്ടിക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ മസാലകളൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ച ഉള്ളിയിൽ നിന്ന് കുറച്ച് പൊടിച്ചിട്ട് കൊടുക്കുക കേട്ടോ ലാസ്റ്റ്. ഫസ്റ്റ് ലെയർ ഒഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് പാലിക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കിയതാണ് കേട്ടോ ഇപ്പോൾ ഒഴിക്കണത്. അത് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ആണ്. അപ്പോൾ നമ്മളെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ.